ഹേ ഫ്രണ്ട്സ്, നമ്മളെ എക്സാമൊക്കെ സ്റ്റാർട്ടായല്ലേ. അപ്പം നമുക്കൊരു സ്റ്റിക്കി നോട്ടെല്ലാം ഉണ്ടാകണ്ടേ. നമ്മളീ പഠിച്ചതെല്ലാം പെട്ടെന്ന് മറന്നു പോകുന്നവർക്ക് ഭയങ്കര ഉപകാരപ്പെടും കേട്ടോ ഈ വീഡിയോ. അപ്പം നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് നമ്മൾ വീഡിയോയിലോട്ട് വരാം. ഞാനിവിടെ 2 കളേഴ്സാണ് കേട്ടോ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന 2 കളേഴ്സ് എടുത്താണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കേ. പിന്നെ ഞാൻ ഒരു സ്കെയിലിൻ്റെ വലുപ്പത്തിലാണ് കേട്ടോ ഒന്ന് കട്ട് ചെയ്തെടുത്തത്. അതിനെ ഞാൻ വീണ്ടും 2ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ സ്റ്റിക്കി നോട്ട്സ് ആണല്ലോ വേണ്ടത്. അപ്പോൾ അത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ബ്ലാക്ക് കളർ പേപ്പറും കാർഡ്ബോർഡും ഉപയോഗിക്കുന്നത് അതിൻ്റെ സ്റ്റാൻഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ സ്റ്റാൻഡിൽ ഇത് സ്റ്റിക്ക് ചെയ്ത് നമ്മുടെ ടേബിളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ അത് എടുത്ത് നോക്കാം. ഇനിയിപ്പോൾ സ്റ്റാൻഡ് ഇല്ലാത്തവർ നമുക്ക് ടേബിളിൽ തന്നെ ഇത് സെറ്റ് ചെയ്യാനും മതിയാവും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റാൻഡ് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ സ്റ്റാൻഡുകൾ നമ്മൾ പരസ്പരം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ടല്ല ഞാൻ സാധാ ഗം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാധാ ഗം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ സെല്ലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. ഈ സെല്ലോ ടേപ്പിന് ഈ പേപ്പറിന് ഹാഫ് പോർഷൻ മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കല്ലേ. അങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ നമുക്കിത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല. ഹാഫ് പോർഷൻ മാത്രം ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ സെല്ലോ ടേപ്പ് കളർ പേപ്പർ ആയതുകൊണ്ട് ഇത് കീറി പോകുന്നോ അല്ലെങ്കിൽ ഒട്ടൂല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ. ഒരു പ്രശ്നവുമില്ല, നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോൻ്റെ ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, നമ്മുടെ സംഭവം റെഡിയായി. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായ സ്റ്റിക്കറെല്ലാം വെച്ചിട്ടും അതൊന്ന് ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബാക്കിയുള്ള വീഡിയോസും കൂടി ഒന്ന് കാണണേ.